رمضان رمضان ليتك دوما قريب. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ശക്തമായ തിരിച്ചറിവുകൾ ലഭിച്ച യുദ്ധമായിരുന്നു ഉഹുദിൻ്റേത്. വലിയ തിരിച്ചടിയും സ്വഹാബാക്കളിലെ നല്ലൊരു ശതമാനം വരുന്ന ആളുകൾ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട, എന്നും വേദനയോടെ കൂടെയല്ലാതെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന യുദ്ധമായിരുന്നു അത്. യുദ്ധമെല്ലാം കൊടുമ്പിരി കൊണ്ട് അവിടെയുള്ള രംഗങ്ങൾ വേദനാജനകമായിരുന്നു. ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയണതല്ല, പ്രത്യേകിച്ച് ഒരു സഹോദരിക്ക്. ആ ഒരു സമയത്താണ് ഒരല്പം ദൂരെ നിന്നായി ഒരു സഹോദരി വരുന്നു. ഈ രംഗം കണ്ടു നിൽക്കുന്ന സ്വഹാബാക്കൾ പറയുന്നുണ്ട്, അൽ മർഅതു അൽ മർഅ, അതാ ഒരു സ്ത്രീ വരുന്നുണ്ട്, അവളെ ഇങ്ങോട്ടേക്ക് വിടേണ്ടതില്ല, അവൾക്കത് കണ്ടു നിൽക്കാൻ കഴിയുകയില്ല. ആ സമയത്ത് മഹദിയായ സൊഫിയ റളിയല്ലാഹു അൻഹയായിരുന്നു അത്. മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ, പ്രവാചകൻ്റെ അമ്മായി ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി. അവർ വരുമ്പോൾ അവിടെയുള്ള രംഗങ്ങൾ ഒരിക്കലും കാണാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള ആളുകൾ തടുക്കുന്നുണ്ട്. അവർ ഒരിക്കലും നിൽക്കുന്നില്ല. അവരെ എല്ലാവരെയും വകഞ്ഞു മാറ്റി എനിക്കവരെ കാണണമെന്ന് പറഞ്ഞ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വഹാബാക്കൾ അവരോടായിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഇങ്ങോട്ട് ഒരു സ്ത്രീ വരേണ്ടതില്ല എന്ന് പറഞ്ഞത് അള്ളാഹിൻ്റെ റസൂലാണ്, പ്രവാചകൻ്റെ വാക്കാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കേട്ട സമയത്ത് പിന്നീട് ഒരു സ്റ്റെപ്പ് പോലും അവർ മുന്നോട്ട് വെച്ചില്ല എന്നതാണ്. ആരെ കാണാനാണ് വരുന്നത്? തൻ്റെ ഉറ്റവരെ, ഉടയവരെ, ഭർത്താവിനെ, മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ആ കാണാനുള്ള അവസാനത്തൊരു നോട്ടം നോക്കാനുള്ള ഒരു കൊതി ഏതൊരു പെണ്ണിൻ്റെ മനസ്സിലും ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കാണേണ്ടതില്ല എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ ആ ആഗ്രഹത്തെ അവിടെ മാറ്റിവെക്കുകയാണ്. വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ മുൻഗാമികൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടു പ്രവാചകൻ്റെ കൽപ്പനകൾക്ക് മുൻപിൽ. തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവാചകൻ്റെ വാക്കുകളെയും പ്രവാചകൻ്റെ കൽപ്പനകളെയും ഉൾക്കൊള്ളുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതല്ല, മറിച്ച് പ്രവാചകൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു വർത്തമാനം അവർക്കില്ലായിരുന്നു. ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം രണ്ട് സഹോദരിമാർ അതിന് വരുന്നുണ്ട്. അവരുടെ കൈകളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് വളകൾ കാണുകയാണ്. അവരോട് ചോദിച്ചു, നിങ്ങളിതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ വളകൾക്ക് പകരം നരകത്തിൽ നിന്നുള്ള വളകൾ അണിയിക്കപ്പെടുന്നത് നിങ്ങൾക്കിഷ്ടമാണോ എന്നാണ്. അവർ ഉടനെ സക്കാത്ത് കൊടുത്തു എന്നാണ്. ഹിജാബിൻ്റെ ആയത്തിറങ്ങി, വിശ്വാസിനികൾ അവരുടെ മുഖമക്കനകൾ മാരടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന്. അവരുടെ കൈകളിൽ വസ്ത്രങ്ങൾ ആ സമയത്തില്ല. ആയത്ത് കേൾക്കുന്ന സമയത്ത് അവരുടെ കൈകളിൽ മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള സാഹചര്യമില്ല. അവർ ഈ ആയത്ത് കേൾക്കേണ്ട സമയം അവർ തൊട്ടരികെയുള്ള ഈത്തപ്പനയോലകൾ കൊണ്ടുവന്ന് മാറുമറച്ചു എന്ന് കേൾക്കുമ്പോൾ, സഹോദരിമാരെ, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞിടത്ത് നിൽക്കുന്നിടത്ത് കണിശതയുള്ളവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ, വിശിഷ്യ നമ്മുടെ സഹോദരിമാർ. നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കുക. വെറുതെയൊന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക, അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ധിക്കാരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ പുരികം പ്ലക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ പുരികം എന്താണ് നിലവിലെ അവസ്ഥ? ഒരു സഹോദരി ഒരിക്കലും ഒരുങ്ങി മറ്റുള്ളവനെ ആകർഷിക്കും വിധം മുഖത്ത് പലതും തേച്ച് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞത് അള്ളാഹിൻ്റെ റസൂലാണെങ്കിൽ, വിശ്വാസിനിയായ സഹോദരി, നിന്റെ മുഖത്ത് ആ പ്രവാചകൻ പറഞ്ഞതിനെതിരെ ഉണ്ടോ എന്ന് നീ നോക്കുക. നിന്റെ ചുണ്ടത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പുറത്തു പോകുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ ഒരുങ്ങി ആ നിലക്ക് മറ്റുള്ളവരെ ആകർഷിക്കും വിധം പുറത്തു പോകരുതെന്ന് പറഞ്ഞ കോസ്റ്റ്യൂംസ് നീ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നീ ശരിക്ക് ചിന്തിക്കുക. നിന്റെ വസ്ത്രത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ശരീരത്തിൻ്റെ നിമ്നോന്നതികൾ പുറത്ത് കാണത്തക്ക രൂപത്തിലുള്ള ഒരു വസ്ത്രമാണോ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. നിന്റെ മുഖമക്കന നീ എങ്ങനെയാണ് കൊത്തിയിട്ടുള്ളത്? അള്ളാഹു പറഞ്ഞ, പ്രവാചകൻ വിശദീകരിച്ചതുപോലെ
ആ മാരടത്തിലൂടെ താഴ്ത്തിയിടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണോ ഉള്ളത്? മുഖവും മുൻകൈയും മാക്സിമം പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ പ്രദർശിപ്പിക്കാമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ പ്രശ്നമില്ല എന്ന്. അതിൽ തന്നെയും മുഖം മറക്കണമെന്നിടത്താണ് നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരും ഉള്ളത്. എന്നിട്ട് പോലും അവിടെയാണ് പ്രവാചകന്റെ കൽപ്പനയെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളും ഇത് കേൾക്കുന്നുണ്ട്. ഒരു സഹോദരിക്ക് മാത്രം ബാധകമായ കാര്യമല്ലല്ലോ. ചുരുങ്ങിയത് വസ്ത്രത്തിൻ്റെ കാര്യത്തിലേക്ക് മാത്രം വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, പെരിയാണിക്ക് താഴെ നിന്റെ വസ്ത്രം പോകാൻ പാടില്ല. ഇപ്പോൾ നിന്റെ വസ്ത്രം എവിടെയാണുള്ളത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കിനെയും അവർ ചെറുതായി കണ്ടില്ല. അവർ വലിയ ഗൗരവമാണ് കൊടുത്തിട്ടുള്ളത്. അവർ പോയ സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ റമദാനിലെ നമ്മുടെ ഈ ഒരു പെടാപ്പാടൊക്കെ അതിനു വേണ്ടിയിട്ടാണ് എങ്കിൽ അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് വിശകലനം നടത്തുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമ്പാദന രീതിയാണോ നമുക്കുള്ളത്? ഇടപാടൊക്കെ അങ്ങനെ തന്നെയാണോ ഉള്ളത്? ഭാര്യയോടുള്ള പെരുമാറ്റം അങ്ങനെയാണോ? ഭർത്താവിനോടുള്ള പെരുമാറ്റം പ്രവാചകൻ പറഞ്ഞ രൂപത്തിലാണോ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര നമുക്ക് വരച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണോ നമ്മൾ, അതല്ല പുറത്താണോ എന്ന് ഈ ചരിത്രത്തെ കേൾക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കുക. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ സഹോദര സഹോദരി, ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല. ഏറ്റവും നന്മയിലേക്ക് മനസ്സ് കൈവരുന്ന ഈ റമദാനിൻ്റെ സുന്ദരമായ മുഹൂർത്തത്തെ ഉപയോഗപ്പെടുത്തി അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളൊന്ന് മാറാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. സ്വർഗമായിരിക്കട്ടെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാം നമുക്ക് ത്യജിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. رمضان رمضان يا حبيبي